ഹലോ ക്യൂട്ടി. ശരിക്കും ഈ ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ വലിയ ധാരണയില്ല. സോ എന്തെങ്കിലും തെറ്റുപറ്റാണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് ഞാൻ എന്നെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് അഖില. ഞാൻ BSc സൈക്കോളജി സ്റ്റുഡന്റ്. സൈക്കോളജി എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താ വരുന്നതെന്ന് ഞാൻ പറയട്ടെ. സൈക്കോളജി മനസ്സൊക്കെ വായിക്കാൻ പറ്റുമായിരിക്കും. എന്നാ നിങ്ങൾക്ക് തെറ്റി. സൈക്കോളജി മെന്റലിസം ഒക്കെ വേറെ വേറെ ഫീൽഡാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ ഈ സ്ഥലത്തിനെ പറ്റി ഒരു കഥ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് മടവൂർപ്പാറ. ഈ സ്ഥലവും ഞാനുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട്. എൻ്റെ കോളേജിൽ നിന്ന് ബസ്സിന് പോകാൻ വേണ്ടി 10 മിനിറ്റ് ഉള്ളൂ ഈ സ്ഥലത്തൊട്ട്. ഞാൻ ഒരുപാട് തവണ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് ഞാൻ വന്നിട്ടുണ്ട്. ബട്ട് അപ്പോഴൊക്കെ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയിട്ടേ ഇല്ല. ഒരു ദിവസം ഞാൻ വന്നത് മൺഡേ ആയിപ്പോയി. മൺഡേ ഇവിടെ ക്ലോസ്ഡ് ആണെന്ന് ഞാൻ അപ്പം അറിഞ്ഞിട്ടില്ല. അങ്ങനെ ആ സമയത്ത് കയറാൻ പറ്റിയില്ല. പിന്നെ വന്നതൊരു മഴയുള്ള ദിവസം വഴുതലായതുകൊണ്ട് പാറമേലൊന്നും കേട്ടത്തില്ല. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ ഫസ്റ്റ് ഇയറിൽ വെച്ച് ആഗ്രഹിച്ച കാര്യം ഞാനിപ്പോൾ 3rd ഇയർ ആയപ്പോഴാണ് സാധിച്ചത്. എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞിരുന്നത്. ഈ കാണുന്ന റോപ്പിലൂടെ വേണമെങ്കിൽ നമുക്ക് പിടിച്ച് ആ പാറമേൽ കയറാം. എനിക്ക് പറ്റിയ തെറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മൺഡേ ഇവിടെ ക്ലോസ്ഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ വന്ന വഴിയാണെന്നുണ്ടെങ്കിൽ മഴയത്ത് നിങ്ങളെ ഇവിടത്തേക്ക് കേട്ടത്തില്ല. ആൻഷ്യൻ റോക്കട്ട് ശിവ ടെമ്പിൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ വഴി വന്നാൽ പോരാ. അത് നിങ്ങൾ കാട്ടായിക്കോണത്ത് ചെന്നിട്ട് അവിടെ നിന്നൊരു ചെറിയ വഴിയുണ്ട്, അതുവഴി വേണം പോകാൻ. സ്വന്തം വണ്ടിയിലോ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. കാരണം അങ്ങോട്ട് ബസ്സില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു ലൈഫ് ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ആരുടെ അപ്രൂവലിനോ അല്ലെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്തോ നിൽക്കരുത്. ചെയ്യാൻ തോന്നുന്ന കാര്യം അപ്പം തന്നെ ചെയ്യാം. ആരില്ലെങ്കിലും ആരുണ്ടെങ്കിലും ചെയ്യും. പണ്ട് ഒരു 3 മാസം മുന്നേ ഞാനും ഭയങ്കര ഓവർ ഡിപ്പെൻഡന്റ് പേഴ്സൺ ആയിട്ട് ചെയ്യണമെങ്കിലും എവിടെ പോകണമെങ്കിലും ഞാനിങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കും. അവർ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രിപ്പ് അവിടെ ക്യാൻസൽ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. സെൽഫ് റെസ്പെക്ട് പോലും മറന്ന് ഒരുപാട് ബോണ്ടിനെ ഞാൻ രക്ഷിക്കാൻ നോക്കി. എന്നെ കൊണ്ട് അത്രയൊന്നും പിടിച്ചിരിക്കാൻ പറ്റും. ബട്ട് ശരിക്കും ഇപ്പോൾ ഉള്ള എന്നെ പറ്റി എനിക്ക് ഒരുപാട് അഭിമാനം. എല്ലാവരുമായിട്ടൊരു വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ബൗണ്ടറീസ് വെച്ചിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഞാനിപ്പോൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ആരിലൊന്നും ഒന്നും എക്സ്പെക്റ്റും ചെയ്യാറില്ല. എനിക്ക് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങ് ചെയ്യും. ഈ സോളോ ട്രാവലിംഗ് എന്നൊക്കെ പറയുന്നത് വേറൊരു വൈബല്ലേ. പോകുന്ന സ്ഥലത്തെ പ്രകൃതിയും കാഴ്ചകളും മ്യൂസിക്കും അതുപോലെ തന്നെ അവിടുത്തെ മനുഷ്യരും എല്ലാരും കൂടി ആകുമ്പോൾ എന്ത് രസമല്ലേ. ഇത് കണ്ടോ, മടവൂർപ്പാറയിലെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനിലൊന്നാണ് ഈ ഒരു ബാംബു ബ്രിഡ്ജ്. കാണുന്നത് പോലെ ഒന്നും അല്ല കേട്ടോ. ഇതുവഴി നടക്കാൻ ഇത്തിരി പാടുപെടും. കിഡിങ് ഗൈസ്, ഞാൻ ചുമ്മാ പറഞ്ഞാലും ചെറുതായിട്ടൊക്കെ പാടുപെടും. കാരണം ഗ്രിപ്പ് കിട്ടാൻ പാടാം. ഞാനിന്ന് ഷൂസ് ആയിട്ടുണ്ട് പോയെ. സോ എനിക്ക് ഗ്രിപ്പ് അങ്ങനെ അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 100 മീറ്ററോളം നീണ്ടു കിടക്കുന്ന ഒരു ബാംബു ബ്രിഡ്ജാണ് ഇത്. ഇങ്ങോട്ടേക്ക് ചെല്ലുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്ലാസ്റ്റിക് വേസ്റ്റോ അല്ലാത്ത വേസ്റ്റോ ഒന്നും അവിടെ ഇവിടെ ആയിട്ട് വലിച്ചെറിയരുത്. അവിടെ ഡസ്റ്റ്ബിൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ കാണുന്ന പോലെയൊന്നും അല്ല, വലിയ ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണിത്. സിറ്റിയിലെ ട്രാഫിക്കിൽ നിന്നൊക്കെ ഒരുപാട് മാറി നിൽക്കുന്ന ഈ ഒരു സ്പോട്ടിൽ നമുക്ക് സമാധാനത്തോടെ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാം. ഒരു കാര്യം മറക്കണ്ട, ഞാൻ വന്ന വഴിയാണെന്നുണ്ടെങ്കിൽ കേരള ഗേറ്റിന്റെ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടാവും. നമ്മളോട് അവിടെ നിന്ന് പേരൊക്കെ എഴുതി വെക്കാൻ പറയും. പേര്, നമ്പർ, സ്ഥലവും അത് എഴുതി വെക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിടുന്നത്. ഞാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ലൈഫിനെ പറ്റി പറഞ്ഞുതരാം. പണ്ടൊക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ ഓരോ വീഡിയോസും സ്റ്റോറീസും പോസ്റ്റും ഒക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവരുടെ ലൈഫൊക്കെ എന്ത് അടിപൊളിയാ, എന്ത് സന്തോഷം ഇവർക്ക് ലൈഫ് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അതിന്റെ പിന്നിലെ ഒരു സത്യാവസ്ഥ എനിക്കിപ്പോഴല്ലേ മനസ്സിലായത്. ഞാനൊരു ഇൻഫ്ലുവൻസർ ആയി എന്നല്ല, ബട്ട് ഞാനിങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ പ്രൊഫൈലിൽ പലതവണ എടുത്ത് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ ചിരിക്കുന്നതല്ലാതെ കരയുന്നതോ വിഷമിച്ചിരിക്കുന്നതോ ഒന്നും കാണുന്നില്ല. ഇതിന്റെ മീനിങ് എന്താ? ഞാൻ വിഷമിച്ചിട്ടില്ല, എൻ്റെ ഹാപ്പിനെസ് മാത്രമേ ഉള്ളൂ ജീവിതത്തിലെന്നാണോ? അല്ലല്ലോ. അവിടെ സ്ട്രഗ്ലിംഗ് ഒന്നും ആരും കാണുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും അതുപോലെ തന്നെ കുറച്ച് നല്ല കാര്യങ്ങൾ ഈ വീഡിയോ പറഞ്ഞു. നല്ലതാന്ന് തോന്നുന്നു മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ മറന്നു കളഞ്ഞേക്കിട്ടോ.